ഹലോ ഗൈസ്, അപ്പോൾ അധിക സമയം ഞാൻ രാത്രിയാണ് കേട്ടോ പഠിക്കാറ്. അപ്പോൾ ബേബി ഉറങ്ങിയതിന് ശേഷം ഞാൻ പഠിക്കാറുള്ളൂ. ഒന്ന് കുറച്ച് നേരത്തെ ഉറങ്ങിയോണ്ട് വ്ലോഗ് എടുക്കാന്ന് കരുതിയിട്ട്. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് അവൾ ഉറങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ കരുതി. ഫുഡ് കഴിക്കലും ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർക്കാൻ വിചാരിച്ചിട്ടും. അപ്പോൾ ഒന്ന് ഫുഡ് കഴിച്ച് 2 ചപ്പാത്തി മീൻകറിയാണ് കേട്ടോ കഴിച്ചത്. അപ്പം എന്താ പറയുക, അവൾ ഉറങ്ങി എണീക്കണേന് അവൾ രാത്രി ഇടയ്ക്കിടയ്ക്ക് എണീക്കലുണ്ട്. ഇന്നിപ്പോൾ 9 മണിക്ക് ഉറങ്ങിയിരിക്കണം. അതുകൊണ്ട് എന്താണെന്നറിയില്ല, ചിലപ്പം 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഒന്നും കൂടെ നീക്കും. പിന്നെ അവള് ഉറങ്ങാൻ 12 മണിക്കാണ് കേട്ടോ പിന്നെ ഉറങ്ങല്. അപ്പം അവൾ ഉറങ്ങിയത് കൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ പഠിക്കാൻ വിചാരിച്ചു. അപ്പം ഞാൻ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് പുള്ളിക്കാരത്തി നീച്ചിക്കണം കേട്ടോ. നീച്ചാൽ പിന്നെ അങ്ങനെ അയക്കൂല. പിന്നെ കുറച്ചു നേരം അങ്ങനെ കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ 10 മണി ആയിക്കണെങ്കിൽ 10 മണിക്കാണ് അവൾ നീക്കല്. പിന്നെ ഞാൻ ബുക്കൊക്കെ എടുത്തിച്ച് അവളവിടെ കളിച്ചിരുത്തിയിട്ട് പഠിക്കാൻ വിചാരിച്ചിട്ടോ. രാത്രിക്ക് പഠിക്കാതിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം രാവിലത്തെ ക്ഷീണവും കുഴക്കും വല്ലാതെ ഉണ്ടാവും. അപ്പം നമുക്ക് രാത്രി ഒന്ന് കിടന്നാൽ മതി എന്ന് വിചാരിക്കും ഓരോ ടൈമും. പക്ഷെ പഠിക്കലിപ്പം എന്തുകൊണ്ടും നമ്മുടെ അത്യാവശ്യമായി. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇന്നെ നോക്കിയിരിക്കണ്ടേനല്ലോ ഉമ്മച്ചിക്ക് പഠിച്ചൂടെ എന്നുള്ളൊരു ചോദ്യം ഉള്ളിൽ വന്നാൽ പിന്നെ നമ്മൾ അവരോട് പറയും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളൊക്കെ വെറുതെ മാറ്റി വെച്ചതാണ്. അപ്പോഴും കൂടി ചോദിക്കും, ഉമ്മച്ചിക്ക് വേണമെങ്കിൽ പഠിക്കാനല്ലോ, അങ്ങനെ ആക്കിയാലോ അങ്ങനെ അയക്കണല്ലോ ചോദിക്കും. അപ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോണത് നമ്മളെ സമയങ്ങളും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ്. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ അവളെ ഉമ്മാനടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ആദ്യം തന്നെ എഴുതി തുടങ്ങാൻ കരുതി. കാരണം എഴുതുമ്പോൾ നമ്മൾ ഉറക്കൊക്കെ കുറച്ച് പോകും, ഒരു ഉഷാറും ഉന്മേഷമൊക്കെ ഉണ്ടാവും. അസൈൻമെന്റ് ചെയ്താൽ സബ്മിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് വന്നിരിക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ 8 അസൈൻമെന്റ് ഉണ്ട്, അത് സബ്മിറ്റ് ചെയ്ത് വെക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് ഇന്ന് രാത്രി കുറച്ച് എഴുതലാണ് പണി. അസൈൻമെന്റ് എഴുതിയാൽ പിന്നെ ഒരു ഉഷാറൊക്കെ ഉണ്ടാവും. അങ്ങനെ കുറച്ച് അസൈൻമെന്റ് ഒക്കെ എഴുതി കഴിഞ്ഞു. പിന്നെ ഉറക്കം വരാതിരിക്കാൻ ഒരു ജ്യൂസും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ കരുതി. ഉറക്കം പോകാതിരിക്കാം, നമുക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും തിന്നാണ്ടാകുമ്പോൾ നമ്മൾ ഉറക്കമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ചു നേരം കൂടെ ഒക്കെ ഇരുന്ന് ബുദ്ധിമുട്ടില്ലാതെ ഇരുന്ന് പഠിക്കാം. എല്ലാവരും ചായ കുടിക്കാനും പറയും, പക്ഷേ ചായ ഇങ്ങനെ എപ്പോഴും കുടിക്കണ്ടല്ലോ, അത് അഡിക്റ്റ് ആവാൻ വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ചായ ഒഴിവാക്കി ജ്യൂസും ഫ്രൂട്ട്സും കുറച്ച് ഹെൽത്ത് കെയർ ആ സമയത്ത് ചെയ്യാന്ന് കരുതി. എങ്ങനെയായാലും മടിച്ചാണ് ഇതൊക്കെ എഴുതുന്നത്. കാരണം ഇത്രയും ടയേർഡാണ്. കാരണം എല്ലാവർക്കും അറിയാം, ഒരു കുട്ടിയൊക്കെ ആകുമ്പോൾ എങ്ങനെ ഇക്കാരം പകൽ ടൈമും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളെ സ്വപ്നത്തിന് ചിലവ് കൊടുക്കുക, നമുക്കുള്ളൊരു ഹാപ്പിനെസ്സാണ് നമ്മൾ ഈ പഠനം. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുക. എന്താ പറയുക, ഏറ്റവും കഷ്ടപ്പാടും വേദനയൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ തന്നെ കാണുമ്പോഴൊക്കെ നമുക്കൊരു സമാധാനം കിട്ടും. ചില സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്തിനാ പഠിച്ചാണ് ഞാൻ എടുത്തത്, പാണ്ടില്ലെങ്കിൽ നിർത്താം, പുരയിലിരിക്കാം, വെറുതെ ഇരിക്കാനൊക്കെ. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് പഠിക്കണം. വെറുതെ വീട്ടിലിരിക്കരുത്. വെറുതെ വീട്ടിലിരുന്ന് സമയം കളയുന്നവരെ എത്രയോ തെറ്റല്ലേ. നമ്മൾ എന്തിനേലൊക്കെ ഒന്ന് ശ്രമിക്കുക. വെറുതെ ഇരിക്കുന്നവരെ കൂടുതൽ എന്തെങ്കിലും ഒരു ശ്രമിക്കാനുള്ളത് ഏറ്റവും വലിയ ഇത് തന്നെയല്ലേ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ എന്താ പറയുക, അസൈൻമെന്റ് ഒക്കെ എഴുതി കഴിഞ്ഞ് കുറച്ചു നേരം എൻ്റെ അടുത്ത് വായിക്കാനുള്ളതൊക്കെ വായിച്ചിരുന്നു. അപ്പോൾ ഇതിനെ കുട്ടീനെ കൊണ്ട് ഉമ്മ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ കുറച്ച് പിടിച്ച് ഞാൻ കുറച്ചും കൂടി വായിക്കട്ടെ വിചാരിച്ചിട്ടും. എന്തായാലും ഓളെ കറക്റ്റ് സമയത്തിന് അവൾ ഉറക്കവും വേണം. ഓളൊരു കാര്യങ്ങളും ഡിലേ ആവാൻ പാടില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ ഒരു 10 മണിക്ക് 12 മണിയൊക്കെ ആവുമ്പോൾ കുറച്ചു നേരം പഠിച്ചാൽ പിന്നെ ഓളൊപ്പം ഉറങ്ങാം. നമ്മളെൻ്റെ കൂടെ ഉറങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഓളെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എല്ലാവർക്കും റിലേറ്റബിൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് കേട്ടോ. കുറേ പേരുണ്ടാവും വീട്ടിലിരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടീനെയും കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരുണ്ടാവും. കുട്ടികളെയും കൊണ്ട് ബുദ്ധിമുട്ടല്ല, എന്താ പറയുക, ഒരു കുട്ടി എന്നുള്ളത് എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്, സ്വപ്നമൊക്കെ ആയിരിക്കും. പക്ഷെ ഓലെ നമ്മൾ ഒരിക്കലും ഒരു കാരണം കൊണ്ട് നമ്മൾ പൈ ചേരാൻ പാടില്ല. നമ്മൾ ഒഴിവ് സമയങ്ങളിൽ നമ്മൾ മാക്സിമം കഷ്ടപ്പെടുന്നവർക്കേ സക്സസ് ഉണ്ടാവുകയുള്ളൂ ജീവിതത്തിൽ. ഒരിക്കലും നമ്മുടെ മക്കൾ കാരണം നമുക്കൊന്നിനും സമയം കിട്ടണില്ല, ഒന്നും ചെയ്യാൻ കഴിയണില്ല അങ്ങനെയൊന്നും പറയാതിരിക്കുമല്ലോ. ഉറങ്ങുമ്പോഴും മാക്സിമം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കാം. എന്താ പറയുക, വെറുതെ ഇരിക്കണേലേറെ ഒക്കെ ബെറ്റർ അല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാന്നുള്ളത്. അപ്പോൾ അവരെ കുറ്റം പറയാതെ ഒഴിവ് സമയങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക, കഷ്ടപ്പെടുക. അപ്പോഴേ നമുക്ക് ചിലപ്പം അതിൻ്റെ റിസൾട്ട് ചിലപ്പം വലുതായിരിക്കും. ചിലപ്പം കുറേ പ്രാവശ്യം തോറ്റതേക്കാരം, ഒന്നും വേണ്ട മടുത്ത് എന്നൊക്കെ തോന്നിയതാവും. പക്ഷേ എങ്ങനെയായാലും നമ്മൾ സ്ട്രഗിൾ ചെയ്തേ പറ്റൂ. എന്താ പറയുക, നമുക്ക് വേണ്ടി, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമുക്ക് ആരുമില്ല. കാരണം ആരും ഉണ്ടാവില്ല, ഒന്ന് നമ്മൾ ആഗ്രഹങ്ങൾ സപ്പോർട്ട് ചെയ്യാനോ ഒന്നിനും നമുക്ക് ആരും ഉണ്ടാവില്ല. നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ നമുക്ക് എന്നും തുണക്ക്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു സെൽഫ് ലവ് ഒക്കെ ഉണ്ടാവുന്നത് നല്ലത് തന്നെയല്ലേ. അപ്പോൾ മക്കളുണ്ടായിട്ട് ഒന്നിനും സമയം കിട്ടാറില്ല. അങ്ങനെയൊക്കെ പറയാതിരിക്കുക. ഉള്ള സമയത്ത് നമ്മൾ മെച്ചപ്പെടുക, പഠിക്കുക,
എക്സാം ചെയ്ത് ചിലപ്പോൾ എക്സാമിന് തോൽക്കും. തോറ്റാലും സാരമില്ല, നമുക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ വിചാരിക്കാം.